രവി സർ. ഹലോ സർ, നമസ്കാരം. നമസ്കാരം മാഡം. എൻ്റെ പേര് രവിചന്ദ്രവർമ്മൻ എന്നാണ്. ഓർമ്മയുണ്ടോന്നറിയില്ല. കളിയാക്കണ്ട സർ. മനസ്സിലായി സാറിന് എന്നോട് നീരസം ഉണ്ടെന്ന്. ഓ, എന്ത് നീരസം. ഞാൻ കരുതി താൻ ഞങ്ങളെയൊക്കെ മറന്നു കാണുമെന്ന്. അയ്യോ സർ, മറക്കാനോ? അതെന്താ സാർ അങ്ങനെ പറയുന്നത്? അല്ല, തന്നെ ഇന്ന് ഓഫീസിൽ കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സർ, സാന്ദ്ര മാഡം പറഞ്ഞത്. യെസ്, ഞാൻ അറിഞ്ഞു. അത് സാൻഡ്രയുടെ തീരുമാനമാണ്, എന്റേതല്ല. എനിക്കും തോന്നി സർ. പിന്നെ സാർ എന്തിനാ ഇപ്പൊ വിളിച്ചത്? എന്തേലും പ്രത്യേക കാര്യം? അത് കൊള്ളാം. ബോസിന് തന്റെ സബോർഡിനേറ്റിനെ വിളിച്ചൂടെ? ഇത് എവിടുത്തെ ന്യായോ? അയ്യോ സർ, അങ്ങനെയല്ല. സാർ ഇന്ന് ലണ്ടനിലേക്ക് പോവല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ സാറിനെ ഫോൺ ചെയ്ത് വിഷ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോഴാ സാറ് തന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പോ വെറും ഫോൺ വിഷ് മാത്രമേ ഉള്ളൂ അല്ലേ? ആത്മാർത്ഥമുള്ളവരായിരുന്നെങ്കിൽ നേരിട്ട് വന്ന് ശുഭയാത്ര ആശംസിക്കുമായിരുന്നു. അതായിരുന്നു ബെറ്ററും. കറക്റ്റ് ആണ് സർ. തീർച്ചയായും ഞാൻ നേരിട്ട് വന്ന് സാറിന് ശുഭയാത്ര ആശംസിച്ചിരിക്കും. ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. ഓ, ഇനിയിപ്പോ അതൊന്നും വേണ്ട. ഞാൻ വെറുതെ തമാശ പറഞ്ഞെന്ന് കരുതിയാ മതി. ഏയ് നോ നോ, ഞാൻ തമാശ അല്ല സർ പറഞ്ഞത്. ഐ എം വെരി സീരിയസ്. ഞാൻ ഉറപ്പായും വന്നിരിക്കും. സാറിനെ വിശ്വസിക്കാം. ആ ശരി, ഓക്കെ, സമ്മതിച്ചു. അതൊക്കെ പോട്ടെ. എന്തായി തന്റെ ജോലിയുടെ കാര്യങ്ങൾ? പോയ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടന്നോ അവിടെ? എന്താ സർ പെട്ടെന്ന് വിഷയം മാറ്റുന്നത്? ജോലിക്കിടയിൽ ഞാൻ വരാൻ പാടില്ലെന്നാണോ സാർ ഉദ്ദേശിക്കുന്നത്? ഹേയ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓ, വെറുതെ പറഞ്ഞതാണല്ലേ? എന്നാ ശരി സർ. സാറ് വരണ്ടെന്ന് പറഞ്ഞാ ഞാൻ ഉറപ്പായും വരില്ല. ഞാൻ വരണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് സാറ് തന്നെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞാ മതി. രണ്ടായാലും ഫോൺ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ സർ, ശരി. അപ്പൊ താങ്ക്സ്. സാറ് വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ സാറിന്റെ മുമ്പിലെത്തി ഹാപ്പി ജേണി പറഞ്ഞിരിക്കും. അത് ഞാൻ തീരുമാനിച്ച കാര്യ. സാറിന് അറിയില്ല അത്. എത്ര വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഏയ് ഇല്ല, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. സാൻഡ്ര, നെറ്റേഷ്യ ഗ്ലോബലിന്റെ മെയിലിനുള്ള റിപ്ലൈ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് സെൻഡ് ചെയ്താൽ മതി. ഓക്കെ സാർ. സാർ, പിന്നെ ട്രാഫിക് ചെക്ക് ചെയ്തു. എല്ലാ റോഡിലും നല്ല ബ്ലോക്കാ. എയർപോർട്ടിൽ ഓൺ ടൈമിൽ എത്തണമെങ്കിൽ ഇപ്പം തന്നെ പുറപ്പെടുന്നതാണ് നല്ലത്. ഇനിയും ലേറ്റായ സിറ്റിയിലെ ട്രാഫിക്കിൽ കുടുങ്ങിപ്പോവും. ഓക്കെ, ഇപ്പൊ തന്നെ പുറപ്പെട്ടോളെ. ആ ചേട്ടായി, എയർപോർട്ടിലേക്ക് ഞാനും കൂടെ വരാം. നമുക്ക് ഒരുമിച്ച് പോവാം. ഏയ് വേണ്ട രഘു, നീ എന്തിനാ വെറുതെ അത്ര ദൂരം വരുന്നത്? രാജാറാമുണ്ടല്ലോ കൂടെ. നീ ഒരു കാര്യം ചെയ്യും, എന്റെ കാറും എടുത്ത് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാൻ മടങ്ങി വരുന്നവരെ എന്നും കുറച്ച് സമയം മുടങ്ങാതെ നീ അമ്മയോടൊപ്പം ഇരിക്കണം. ഈ അടുത്ത കാലത്തായിട്ട് അമ്മയ്ക്ക് വല്ലാത്തൊരു ഏകാന്തത തോന്നുന്നൊക്കെ പറയുന്നു. മരിക്കാറായെന്നൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. നീ കുറച്ചു നേരം അമ്മയോടൊപ്പം ഇരുന്ന അമ്മയ്ക്കതൊരു ആശ്വാസവും. തീർച്ചയായും അമ്മയോടൊപ്പം ഞാനുണ്ടാവും. ചേട്ടായിക്ക് എന്നെ വിശ്വസിക്കാം. ചേട്ടായി, ഹാപ്പി ജേണി. ഞാൻ വിളിച്ചോളാം. താങ്ക് യു രഘു. യു ടേക്ക് കെയർ. ഓക്കെ ഡായ്. ബൈ ബൈ.
ഹാവ് എ പ്ലസന്റ് ലണ്ടൻ ജേർണി. ഗോഡ് ബ്ലെസ്. താങ്ക് യു സാൻഡ്ര, താങ്ക് യു. നിന്റെ ഡാഡി വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് അഭിഷേകുന്നു. തൽക്കാലം ഓഫീസിന്റെ ടെൻഷൻ ഒന്നും ഏറ്റെടുക്കണ്ട, അത് രഘു മാനേജ് ചെയ്തോളൂ. യു ടേക്ക് ഇനഫ് റെസ്റ്റ് ആൻഡ് ലുക്ക് ആഫ്റ്റർ യുവർ ഫാദർ വെൽ. താങ്ക് യു സർ. ഡൺ. സാറിനെ ഞാൻ വിളിച്ചോളാം. ഹാപ്പി ജേർണി സർ. പോം. ശ്രീലക്ഷ്മി, പോയ ജോലി തീർന്നു കാണില്ലെന്ന് തോന്നുന്നു. ആ അമ്മേ, ഞാൻ ഓഫീസിൽ നിന്ന് ചേട്ടായി യാത്ര ആക്കിയിട്ടാ വരുന്നത്. കാറിങ് കൊണ്ടുവന്നു. രവി ഭക്ഷണം കഴിച്ചിട്ടാണോ മോനെ പോയത്? രഘു, ഓ, ഞാൻ ചോദിക്കുന്നത് എന്തോ നീ ചെയ്യുന്നത് എന്തുവാ? ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. എന്റെ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ ചേട്ടായി ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഒരുമിച്ചാ കഴിച്ചത്. അല്ലെങ്കിൽ തന്നെ ചേട്ടായി കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. അമ്മേ, ഇനി അമ്മ അതിന്റെ പേരിൽ ഉറക്കമില്ലാതാക്കണ്ട. ദേ, അമ്മയെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നാൽ മൊബൈലിൽ കളിക്കാതെ കുറച്ച് സമയം അമ്മയോടൊപ്പം ഇരിക്കണമെന്ന് എടുത്തെടുത്ത് പറഞ്ഞു. അത് ശരി. എന്നിട്ടിപ്പോ നീ ചെയ്യുന്നത് എന്തുവാ? അയ്യോ, അതമ്മ, സോറി 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 സോറി. രഘു, ഞാൻ നിന്നോട് രേഖയോട് ഒരു ബെറ്റ് വെച്ചിരുന്നു. ആ, ഒരു ദിവസം മുഴുവൻ മൊബൈൽ ഉപയോഗിക്കാനേ പാടില്ലെന്ന്. ഓർമ്മയുണ്ടോ നിനക്കത്? അയ്യോ, ഞാനത് മറന്നുപോയമ്മേ. നമുക്ക് അതൊന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്താലോ, നാളെ ഒരു ദിവസത്തേക്ക്? ഏയ്, പറ്റില്ല പറ്റില്ല പറ്റില്ല. ഇന്നത്തെ ദിവസം രേഖയാ ജയിച്ചിരിക്കുന്നത്. അവക്കാണ് സമ്മാനം. സുകന്യെ, അതിങ്ങ് എടുത്തോണ്ട് വാ. രേഖയ്ക്ക് സമ്മാനം കിട്ടിയത് നന്നായി അമ്മേ. ഞാൻ ജയിച്ച് അവള് തോറ്റിരുന്നെങ്കിൽ ഇന്നിവിടെ ഭൂകമ്പം ഉണ്ടായേനെ. ഇനി അഥവാ ഞാൻ ജയിച്ചാലും സമ്മാനം അവൾക്ക് കൊടുത്താൽ മതി. അല്ല, എന്താണമ്മ സമ്മാനം? അത് പറഞ്ഞില്ലല്ലോ. അമ്മേ, ഇത് പണ്ട് എനിക്ക് വേണ്ടി വാങ്ങിയ ജിമിക്ക് കമ്മല. ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് രേഖയ്ക്ക് നന്നായിട്ട് ചേരുമെന്ന് തോന്നുന്നു. ഇന്ന് ഇത് നീ തന്നെ അവക്ക് കൊടുക്കണം. എന്താ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ആ, സൂപ്പർ ആയിട്ടുണ്ട് അമ്മേ. അതെ അമ്മേ,
ഇത് കാണുമ്പോ അവൾക്ക് ഭയങ്കര സന്തോഷമാവും. ഇനിയും അമ്മ ഇതുപോലെ ഗിഫ്റ്റ് തരുമെങ്കിൽ ഇതുപോലുള്ള പന്തായം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എന്തു പറയുന്നു? ഒന്ന് പോടാ അവിടുന്ന്. അമ്മേ, ഒരു കാര്യം അറിയോ? ഇഫ് ദ വുമൺ ഓഫ് ദ ഹൗസ് ഈസ് ഹാപ്പി, എവരിവൺ ഈസ് ഹാപ്പി എന്നാണ് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളതാ. നീ ആദ്യം നിന്റെ വുമണിനെ സന്തോഷിപ്പിക്കാൻ നോക്ക്. ചെല്ലങ്ങോട്ട്, ചെല്ലടാ. ഹലോ മാഡം. ആ ശ്രീലക്ഷ്മി, പ്രീമിയം എന്റർപ്രൈസസിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് മിസ്റ്റർ ഷൈം എബ്രഹാം ഇപ്പൊ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ മടങ്ങി വരട്ടെ മാഡം. ഏയ് നോ നോ നോ, അദ്ദേഹത്തിന് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അതുകൊണ്ട് നിങ്ങളെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ചെല്ലാനും അറിയിച്ചിരിക്കുന്നത്. ഓ മൈ ഗോഡ് മാഡം, അപ്പൊ ഞങ്ങൾ എത്രയും ദൂരം പോണെന്നാണോ മാഡം ആവശ്യപ്പെടുന്നത്? യാ യെസ്. എന്തെങ്കിലും പ്രോബ്ലം? എന്താ നീയൊന്നും മിണ്ടാത്തത്? ഇന്നത്തെ മറ്റു ജോലികളൊക്കെ ഭംഗിയായിട്ട് നടന്നോ അവിടെ? ഹലോ ഹലോ ശ്രീലക്ഷ്മി, ഹലോ. നന്ദ, എന്താ ചെയ്യുന്നേ? ഫോൺ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റി. താൻ ശ്രദ്ധിച്ചില്ലേ, സാന്ദ്ര മേഡം തന്നോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. താനാണെങ്കിലേ ഒരു അക്ഷരം ഇണ്ടാതെ നിൽക്കുകയായിരുന്നു. സാന്ദ്ര മേഡത്തിന്റെ സ്വഭാവം എന്നേക്കാൾ നന്നായി തനിക്കറിയാലോ. താൻ ഇങ്ങനെ മിണ്ടാതെ നിന്നാ സാന്ദ്ര മേഡം തിരികെ ഷൗട്ട് ചെയ്യും. വെറുതെ എന്തിനാ മേഡത്തിന്റെ വായിലിരിക്കുന്നത് കേട്ടുപിടിക്കുന്നത്? നമസ്കാരം, ഷൈൻ എബ്രഹാം സാർ അല്ലേ? ഞാൻ നന്ദൻ, വർമ്മൻ ഗ്രൂപ്പിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. അതെ, അത് തന്നെ സാർ. ഞങ്ങൾക്ക് സാറിന് തരാനുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. ഇന്ന് രാത്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ അതും കൂടി കോപ്പി ചെയ്തിട്ട് നാളെ നേരിട്ട് വന്ന പോരെ സാർ? ഇഫ് യു ഡോണ്ട് മൈൻഡ്. മാത്രമല്ല ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. എന്താ സാർ? ഓക്കെ സാർ, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ശ്രീലക്ഷ്മി, നമ്മുടെ യാത്ര ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. യു ക്യാൻ ഗോ നൗ. കം ഓൺ, യു ക്യാൻ ഗോ. സാന്ദ്ര മാഡം. ഹലോ സാന്ദ്ര മാഡം. ആ, അവൾക്ക് എന്താണ് പ്രശ്നം നന്ദൻ? ഹലോ എന്ന് വിളിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല. അത് മാഡം, പിന്നെ ആ പോട്ടെ, ജോലിയൊക്കെ എങ്ങനെ നടക്കുന്നു? എല്ലാം ഓക്കെ അല്ലേ? യാ, എവറിഥിങ് ഇസ് ഫൈൻ മാഡം. ഞാൻ ചില ഓൾഡ് റെക്കോർഡ്സ് ഒക്കെ എടുത്തോന്നൊരു സംശയം. പിന്നെ ലാപ്ടോപ്പും ചെറിയൊരു എറർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ കൂടി വരേണ്ടി വരുമെന്ന് തോന്നി. സോ ഇപ്പൊ ഞങ്ങൾ മടങ്ങാനാണ് പ്ലാൻ. നന്നായി ഹോംവർക്ക് ചെയ്യാതെ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കാണാൻ പോയിട്ട് കാര്യമില്ല മാഡം. ഓക്കെ, എങ്കിലങ്ങനെ ആവട്ടെ. ബട്ട് നാളെ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം നന്ദൻ. ദാറ്റ്സ് എ ഡീൽ. യെസ് മാഡം, ഷുവർ.
ജസ്റ്റ് 2 hours വർക്ക്, അത്രേ ഉള്ളൂ. ഡീൽ ഓക്കെയാണ്? ഓക്കെ ദെൻ ക്യാരി ഓൺ. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. നന്ദൻ, എന്തിനാ മാഡത്തിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞേ? എന്തിനാണെന്ന് ചോദിച്ചാ തനിക്ക് ലേറ്റ് ആവാതെ ചിലരെ പോയി കാണാൻ. അതാ ഇങ്ങനെ ചെറിയൊരു നാടകം കളിച്ചത്. കയറുന്നതിന് മുമ്പ് പോയി കാണണ്ടേ? അയ്യോ, കടിച്ചു തിന്നരുത് തന്നെ. ഞാനൊന്നും ഒളിഞ്ഞെന്ന് കേട്ടതല്ലേ. ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോ സ്വാഭാവികമായിട്ടും കേട്ടതാ. കാറിനുള്ളിൽ ഇരുന്ന് ഫോണിൽ സംസാരിക്കുമ്പോ കൂടെ യാത്ര ചെയ്യുന്നവർ കേൾക്കുമെന്ന് മാഡം ഇനിയെങ്കിലും മനസ്സിലാക്കിയേ കൊള്ളാം. അത്രേ ഉള്ളൂ. എനിവേയ്സ്, അത് വിട്ടോളാം. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. എന്താ വേണോ? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഓക്കെ, ശരി. നന്ദൻ, താങ്ക് യു. രവിവർമ്മൻ സാറിന് എന്റെ വക ശുഭയാത്ര. ബോൺ വോയേജ്. ഹലോ സാന്ദ്ര മാഡം. നമ്മുടെ പ്ലാൻ സക്സസ് അല്ലേ? കറക്റ്റ് സമയത്തിന് കാര്യങ്ങൾ നടത്താൻ പറ്റിയോ? സക്സസ് ആണ് മാഡം. എല്ലാം മാഡം എന്നെ പറഞ്ഞ് പഠിപ്പിച്ച പോലെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ആദ്യം നേടിയെടുക്കേണ്ടത് അവളുടെ വീട്ടിലുള്ളവരുടെ വിശ്വാസാ. അപ്പൊ തന്നെ നമ്മുടെ ടാസ്കിന്റെ പകുതി കംപ്ലീറ്റ് ആവും. അറിയാം മാഡം. അതിനു വേണ്ടിയിട്ടാ ആദ്യം അമ്മയെ തന്നെ വലയിലാക്കിയത്. ഇപ്പതാ ശ്രീലക്ഷ്മി രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ നാടകം ഞാൻ കൊഴുപ്പിച്ചെടുത്തോളാം. പ്ലീസ് ഡോണ്ട് വറി. നന്ദനില്ലേ മാഡത്തിന്റെ കൂടെ? ഹലോ നന്ദൻ. ഹലോ മാഡം. എല്ലാം മാഡം പറഞ്ഞ പോലെ തന്നെ നടക്കുന്നുണ്ട്. ഡോണ്ട് വറി, പ്ലാനുകൾ പക്കയാണ്. വെരി വെരി ഗുഡ്. എനിക്കറിയാം നന്ദൻ, നീ വളരെ സ്മാർട്ടാണെന്ന്. അന്ന് നമ്മുടെ പ്ലാൻ പോലെ നീ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ പോയി അവളുടെ അമ്മയുടെ വിശ്വാസം കയ്യിലെടുത്തപ്പോഴേ എനിക്ക് തോന്നി ക്യാമ്പസ് ഇന്റർവ്യൂല് നിന്നെ സെലക്ട് ചെയ്തത് പാഴായി പോയില്ലെന്ന്. നിന്നെ ഈ കമ്പനിയിൽ ഒരുപാട് കാലം വേണം നന്ദൻ. എന്നാലേ എനിക്ക് ചില നീക്കങ്ങൾ ഇനിയും നടത്താൻ കഴിയും. മാഡം പറഞ്ഞാൽ മതി, ഈ നന്ദൻ കൂടെ ഉണ്ടാവും. ഐ പ്രോമിസ്. യെസ്, എ പ്രോമിസ് ഇസ് എ പ്രോമിസ്. എനിക്കറിയാം, അത് നന്നായിട്ടറിയാം.